പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1998 മുതൽ കേരളത്തിൻ്റെ CPM-ൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ തല ഉയർത്തി നിൽക്കുന്ന നേതാവായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ എന്ന വിജയനാണ്. 1998 മുതൽ നമ്മൾ ഒരു 2013-14 വരെയൊക്കെ VS അച്യുതാനന്ദനെയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ 14-ന് ശേഷം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവ് മാത്രമാണ് കേരള പാർട്ടിയിലും ഗവൺമെൻറ്റിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. നമുക്കറിയാമല്ലോ, 1998-ലാണ് പിണറായി വിജയൻ ഈ പാർട്ടിയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവും. പിന്നീട് 4 ടേം, പിന്നീട് 16 വർഷക്കാലം അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നു. അതിനുശേഷം അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി. 2014-ലാണ് മാറിയെന്നാണ് എൻ്റെ ഓർമ്മ. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി. 2016-ൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. 2021-ലും വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. 2026-ൽ വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിദയനീയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇപ്പോൾ വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1998 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ കേരളത്തിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിൽ തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവായി നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ എന്ന് വിളിക്കുന്ന പാണ്ഡ്യാല മുക്ക് സ്വദേശിയും ധർമ്മടം MLA-യുമായിട്ടുള്ള ശ്രീ വിജയനെയാണ്. ആ വിജയൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ്, ആ വിജയൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് വളരെ വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. ഞാനൊക്കെ ഒരുപാട് വീഡിയോകളിൽ വിജയനെക്കുറിച്ച് പലതരത്തിലും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 1998-ൽ വിജയൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. 2005-ൽ നടന്ന മലപ്പുറം സമ്മേളനത്തിലാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ജനകീയ നേതാവിനെ വെട്ടിനിരത്തി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തൻ്റെ ആധിപത്യം ഉറപ്പിച്ചത്. അതിനു മുമ്പും സംസ്ഥാന സെക്രട്ടറിയായി. 2006-ൽ മുഖ്യമന്ത്രിയാകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളിറങ്ങി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ല. എന്നാൽ 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. 2011-ൽ അദ്ദേഹത്തിന് വീണ്ടും ആഗ്രഹങ്ങളുണ്ടായിരുന്നത് 2011-ൽ നടന്നില്ല. 2011-ൽ VS-നെ തോൽപ്പിച്ചു യഥാർത്ഥത്തിൽ. അങ്ങനെ VS വീണ്ടും പ്രതിപക്ഷ നേതാവായി. അങ്ങനെ വീണ്ടും അധികാരത്തിൽ നിന്ന് അദ്ദേഹം മാറുന്നു. എന്നാൽ 2016-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി. VS പിന്നീട് അസ്തമിച്ച് പോവുകയും ചെയ്തു. 2016 മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ടിയും സർക്കാരും വിജയൻ്റെ ചവിട്ടടിയിൽ. അതാണ് 2016 മുതൽ നമുക്ക് 2026 വരെ 10 വർഷക്കാലം കാണാൻ കഴിയും. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്രമാദി, ഏകാധിപതി, ജനാധിപത്യത്തിലായാലും രാജാവ്, ഒരു രാജാധികാരി, എന്ത് വിചാരിച്ചാലും നടക്കുന്ന ഒരു നേതാവ്. പാർട്ടിയിൽ താൻ എന്ത് വിചാരിച്ചാലും നടക്കും. പാർട്ടിയിൽ തന്നെ കണ്ടാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന പാർട്ടി സെക്രട്ടറി. 2021 മുതൽ സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിസഭ തൻ്റെ പൂർണ്ണമായിട്ടുള്ള ചവിട്ടടിയിൽ. തനിക്ക് പറ്റിയ മന്ത്രിമാർ, തനിക്ക് പറ്റാത്തവരെ മുഴുവൻ 75 വയസ്സ് 2 തവണ മത്സരിച്ചു എന്നും പറഞ്ഞ് വകഞ്ഞു മാറ്റി. ആ നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു തികഞ്ഞ ഏകാധിപതി, ഒരു ഏകഛത്രാധിപതിയായിരുന്നു പിണറായി വിജയൻ. എന്ത് വിചാരിച്ചാലും നടക്കും. എല്ലാവർക്കും ഭയഭക്തി ബഹുമാനം. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടാൽ ഏത് വലിയവനായാലും കൈകൂപ്പി ഇങ്ങനെ മുട്ടേ മുട്ടിച്ച് നിൽക്കുന്ന അവസ്ഥ. മന്ത്രിമാർ പോലും തന്നെ കണ്ടാൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്ന അവസ്ഥ. താൻ മാത്രമല്ല, തൻ്റെ ഭാര്യയും മകളെയും പോലും ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ബഹുമാനിക്കുന്ന അവസ്ഥ. ആ നിലയിൽ ഒരു തികഞ്ഞ ഏകാധിപതിയായിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ നമ്മുടെ ഇടയിൽ ജീവിച്ചത്.
അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ വളരെ ക്രൂരമായി, വളരെ റൂത്ത്ലെസ്സായി അടിച്ചമർത്തുക, അവരെ ജയിലിലാക്കുക, അവരുടെ തലതല്ലി പൊളിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 10 വർഷക്കാലം. സുഹൃത്തുക്കളെ, എന്നാൽ ഇപ്പോൾ വിജയൻ്റെ അവസ്ഥ എന്താണ്? നമുക്കറിയാം 2016 മുതൽ തൊട്ടുമുമ്പ് ഒരു കാര്യം പറയാനുള്ള 2016 മുതൽ 26 വരെ വിജയനെതിരെ ഒരു പിടി ആരോപണങ്ങൾ ഉയർന്നു വന്നു. ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ബദ്ധ്യശത്രുവായിട്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ആ അന്വേഷണങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ടു. ലാവ്ലിൻ കേസ് മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, തൻ്റെ മകളുമായി ബന്ധപ്പെട്ട് വന്ന മാസക്കൊടി കേസ്, ഇതിൽ നിന്നെല്ലാം പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഏകാധിപതിയായി, ഒരു ഏകഛത്രാധിപതിയായി തലയുയർത്തിയിരുന്ന പിണറായി വിജയൻ്റെ ഇന്നത്തെ മനഃശാസ്ത്രം എന്താ? അതാണ് ഈ വീഡിയോയിൽ ഞാനൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ തോൽവിക്ക് ശേഷം പിണറായി വിജയൻ്റെ അവസ്ഥ എന്താ? പിണറായി വിജയൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഇതാണ് ഞാനൊന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, വിജയൻ്റെ കൂടെ 10-26 വർഷമായി ഉണ്ടായിരുന്ന 2 പേരുണ്ടായിരുന്നു. ഒരു അനിലും ഒരു സന്ദീപും എന്നാണ് എനിക്ക് തോന്നുന്നത്. 10-26 വർഷക്കാലമായി അംഗരക്ഷകനായും ഈ പറഞ്ഞ പോലെ അംഗരക്ഷകരായി ഉണ്ടായിരുന്ന 2 പേർ. അവരാണ് വിജയൻ്റെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അവരായിരുന്നു, ഈ 2 അംഗരക്ഷകർ. 2-2.5 പതിറ്റാണ്ട് കാലമായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. അവരിന്ന് വിജയൻ്റെ കൂടെ ഇല്ല. അവരിന്ന് ഒളിവിലാണ്. അപ്പോൾ അത് തന്നെ വിജയൻ ഉണ്ടാക്കുന്ന ഒരു മാനസിക ആഘാതമുണ്ടല്ലോ, അത് ചെറുതായിരിക്കുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 10-25 വർഷമായി എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന, തൻ്റെ എല്ലാ ആവശ്യങ്ങളും സാക്ഷാത്കരിച്ച് നിന്നിരുന്ന 10-25 വർഷമായി ഉണ്ടായിരുന്ന 2 പേർ തൻ്റെ കൂടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരായി പോകുന്നു. അതിൻ്റെ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. വയോധികനാണ് വിജയനെ നമ്മൾ ഓർക്കണം. 80 വയസ്സ് കഴിഞ്ഞു, രോഗാതുരനാണ് എന്നും കൂടെ നമ്മൾ ഓർക്കണം. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന 2 പേർ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാഘാതം, ആഘാതം പിണറായി വിജയൻ ഇങ്ങനെ സഹിക്കുകയാണ്. ഇനി മറുവശത്ത് അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്താ? മകൾ എപ്പോൾ വേണമെങ്കിലും ജയിലിൽ പോകാം എന്നുള്ള അവസ്ഥ. കാരണം നമുക്കറിയാമല്ലോ, മകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അച്ഛൻ. മകൾക്കെതിരെ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ എന്തോ പറഞ്ഞപ്പോൾ മാത്യു കുഴൽനാടനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരുന്നു മറുപടി. വീട്ടിലിരിക്കുന്നവർക്കെതിരെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ചാടി വീഴുകയായിരുന്നു. അങ്ങനെ മകൾക്ക് വേണ്ടി ജീവിച്ച ഒരു അച്ഛൻ, ആ മകൾ എപ്പോൾ വേണമെങ്കിലും ജയിലിൽ പോകാം എന്ന അവസ്ഥ, അതുണ്ടാക്കുന്ന ആ ഒരു മാനസികാഘാതം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വലുതായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കി. 1, അംഗരക്ഷകരെ നഷ്ടപ്പെടുന്നു. 2, മകൾ അഴിമതി കേസിൽ ജയിലിൽ പോകാൻ പോകുന്ന ഒരു അവസ്ഥ. ഇനി എന്തൊക്കെ കേസുകൾ വരും എന്നറിയില്ല. ഇപ്പോൾ മാസപ്പടി കേസാണ് ED പൊക്കിയിരിക്കുന്നതെങ്കിൽ അവർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും പൊക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ഡോളർ കള്ളക്കടത്ത് കേസും അവർ പൊക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക. ഇനി എന്തൊക്കെ കേസുകളാണ് വരിക എന്നതറിയില്ല. കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം, അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒരു KM എബ്രഹാം ഉണ്ട്. അയാളാണ് വിജയനെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം, ഒരുപാട് അനധികൃതമായ കാര്യങ്ങൾ ചെയ്ത ആളാണ് KM എബ്രഹാം. KM എബ്രഹാം വിവാദം വന്നപ്പോൾ രാജിവെച്ച് അയാളുടെ പാർട്ടിയിൽ പോയി. ഇനി എന്തൊക്കെ കേസാണ് പൊങ്ങി വരിക? ഒരുപക്ഷെ ഊരാളുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പൊങ്ങി വരുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ വേറെ. അപ്പോൾ അംഗരക്ഷകർ പോയ പ്രശ്നം, മകൾ ജയിലിലാകുമോ എന്നുള്ള പ്രശ്നം, പുതിയ കേസുകൾ ഉയർന്നു വരുമോ എന്നുള്ള ആശങ്ക, ഇതിൻ്റെയൊക്കെ പുറമേ അദ്ദേഹം നേരിടുന്ന അടുത്ത മാനസിക പ്രശ്നം എന്താ? പാർട്ടിയിലുള്ള അതിഭീകരമായിട്ടുള്ള ഒറ്റപ്പെടുത്തൽ. കഴിഞ്ഞ 10 വർഷക്കാലം വിജയനെ കണ്ടാൽ മൂത്രമൊഴിക്കുമായിരുന്നവർ, അവർ വിജയനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. പാർട്ടി കമ്മിറ്റികളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം വിജയനെതിരെ ഉയർന്നു വരുന്നു. വിജയൻ്റെ ധാർഷ്ട്യം, വിജയൻ്റെ പെരുമാറ്റ രീതി, വിജയൻ്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ, വിജയനാണ് തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയനെ എടുത്തിട്ട് ചതച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി അണികൾ എല്ലാ കമ്മിറ്റികളിലും. വിജയനോടൊപ്പം നിന്നവരാരും ഇന്ന് വിജയനോടൊപ്പമില്ല. പാർട്ടി നേതൃത്വം പോലും വിജയനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ AK ബാലൻ വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ? അന്വേഷണം നടക്കട്ടെ, തെളിവുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടട്ടെ എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കൂ. CPM ഈ വിഷയത്തിൽ 2 ആഴ്ച മുമ്പ് എടുത്തിരുന്ന നിലപാടെന്താ?
ഇത് പിണറായി വിജയനെയും മകളെയും പീഡിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. ഇതിനെ പ്രതിരോധിക്കണം, ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള AK ബാലൻ വന്നിട്ട് പറയുകയാണ് അന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അപ്പോൾ പാർട്ടിയിലും വിജയൻ ഒറ്റപ്പെടുന്നു. സ്വന്തം ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിലാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വിജയൻ വിധേയനായത്. അപ്പോൾ അംഗരക്ഷകർ പോയത്, മകള് ജയിലിൽ പോകാനുള്ള സാധ്യത, കേസുകൾ വരാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ പാർട്ടി കമ്മിറ്റികളിൽ അതിരൂക്ഷമായി വിമർശിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാധ്യത ഉണ്ടാകുന്നൊരു മാനസിക ആഘാതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനേക്കാളൊക്കെ അവസാനമായി ഒരു പുതിയ വിഷയവും കൂടി വിജയൻ നേരിടുന്നുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം. അതാണ് വിജയൻ്റെ മരുമകൻ വിജയനെ തഴയുമോ എന്നുള്ള ഭയം. ആരാണ് വിജയൻ്റെ മരുമകൻ? മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിനെ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാണ് വിജയൻ ഉയർത്തിക്കൊണ്ടു നമ്മൾ ഓർമ്മയില്ലേ? 2009 മറ്റാണ് കോഴിക്കോട് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിർത്തി തോറ്റു കഴിഞ്ഞിട്ടാണ് വിജയൻ്റെ മൂത്ത മകളുമായിട്ടുള്ള റിയാസിൻ്റെ വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടന്നതിനെ തുടർന്ന് വിജയൻ മരുമകനെ ബേപ്പൂർ മണ്ഡലത്തിൽ നിർത്തി, ഏറ്റവും കുറച്ച മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ചതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്തു? മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കൊടുത്ത് ഇരുത്തി. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും കൊടുത്തിരുത്തി. അപ്പം ആ നിലയിൽ മകൾക്ക് വേണ്ടി മരുമകനെ പടിപടിയായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്നു. ആ മരുമകൻ മുഹമ്മദ് റിയാസ് തൻ്റെ മകളെ ഒറ്റപ്പെടുത്തുമോ, മുഹമ്മദ് റിയാസിൻ്റെ വഴി നോക്കി പോകുമോ എന്നുള്ളൊരു സംശയവും കൂടി വിജയനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം. കാരണം റിയാസിൻ്റെ വീട്ടിൽ കോഴിക്കോട് റെയ്ഡ് നടത്തുമ്പോൾ റിയാസ് ആ വീട്ടിലുണ്ടായിരുന്നില്ല. അയാൾ കോഴിക്കോട് ഏതോ നഗരത്തിലേതോ ഒരു ഹോട്ടലിൽ കഴിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അയാളുടെ 90 വയസ്സിന് മുകളിലുള്ള ഉമ്മയും ബാപ്പയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ആ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്തൊന്നും റെയ്ഡ് നടക്കുന്നതിന് പുറത്ത് ജില്ലയിലെ പ്രബല നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ റിയാസ് ഉണ്ടായിരുന്നില്ല. റിയാസ് വേറെ എവിടെയോ ആയിരുന്നു. റെയ്ഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷമാണ് റിയാസ് വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഇപ്പോൾ റിയാസിനെ വലിയ തോതിൽ കാണാനില്ല എന്നാണ് ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ റിയാസ് തിരുവനന്തപുരത്ത് കാണേണ്ടതല്ലായിരുന്നു റെയ്ഡ് നടക്കുമ്പോൾ. വിജയൻ്റെ വീട്ടിൽ അവിടെ വിജയനും മകളും മാത്രമേ ഉള്ളായിരുന്നു, മരുമകൻ ഉണ്ടായിരുന്നില്ല. അപ്പം മരുമകൻ പയ്യെ ഈ ബന്ധത്തിൽ നിന്ന് ഊരുകയാണോ എന്നുള്ള സംശയവും വിജയനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1998 മുതൽ 2026 വരെ കേരളത്തിലെ CPM-ൽ തല ഉയർത്തി നിന്നിരുന്ന ഒരു ഏകഛത്രാധിപതി, 10 വർഷം പാർട്ടി സെക്രട്ടറി, 10 വർഷം മുഖ്യമന്ത്രി, 16 വർഷം പാർട്ടി സെക്രട്ടറിയുമൊക്കെ ആയി പോളിറ്റ് ബ്യൂറോ അംഗമായി തലയുയർത്തി നിന്ന പിണറായി വിജയൻ ഇന്ന് കടുത്ത മാനസിക ആഘാതത്തിൽപ്പെട്ട് ഉഴലുന്ന അതിദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. 2.5 പതിറ്റാണ്ട് കാലമായി തന്നോടൊപ്പം ഉണ്ടായിരുന്ന അംഗരക്ഷകർ ഇപ്പോൾ തന്നോടൊപ്പം ഇല്ലാത്ത അവസ്ഥ, തൻ്റെ മകൾ ജയിലിലാകുമോ എന്നുള്ള അവസ്ഥ, മകനെതിരെ പോലും അന്വേഷണം വരുമോ എന്നുള്ള സംശയം, തനിക്കെതിരെ ഇപ്പോൾ ഉള്ള കേസുകൾ സജീവമാക്കുന്നതിനോടൊപ്പം പുതിയ കേസുകൾ വരുമോ എന്നുള്ള സംശയം, അതിലുണ്ടാകുന്ന ആഘാതം, മാനസികാഘാതം, പാർട്ടി കമ്മിറ്റികളിൽ തനിക്കെതിരെ ഉയരുന്ന അതിഗുരുതരമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം, പാർട്ടിയിൽ വിജയൻ നേടുന്ന കടുത്ത ഒറ്റപ്പെടൽ, അതിനൊക്കെ ഉപരിയായി തൻ്റെ മരുമകൻ തൻ്റെ മകളെ വിട്ടിട്ട് പോകുമോ എന്നുള്ള സംശയം, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ 82കാരനായിട്ടുള്ള പിണറായി വിജയൻ, രോഗാതുരനായിട്ടുള്ള പിണറായി വിജയൻ കടുത്ത മാനസിക വ്യഥയിൽ, മാനസിക ആഘാതത്തിൽ പെട്ട് ഉഴലുകയാണ് എന്നാണ് പാർട്ടിയുടെ അകത്തളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.